രാജവംശയുമായിട്ടുള്ള ബന്ധം, ഒരു ആത്മബന്ധം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെന്താണ്? ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പുത്രനാണ് രാജവംശ. ഗാനമേളയ്ക്ക് ഉപയോഗിക്കുന്ന സബ്ബാണ്. ഗാനമേളയ്ക്ക് 18 ഇഞ്ച് സബ്. അടി 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 എന്ന് പറഞ്ഞ പൊരിഞ്ഞടി. ഇതാണ് അടി. എന്താണ് കേട്ടാ? വോക്കൽ കിങ് രാജവംശ. മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം. നമ്മളിതാ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ എന്നുള്ള സീരീസിൽ പുതിയൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ എക്സ്പ്ലോർഡ് ഹോളിഡേയ്സിൻ്റെ ഗജവീരയുടെ വീഡിയോ ആണ് കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഇത്തവണ നമ്മൾ ചെയ്യാൻ പോകുന്നത് രാജവംശ എന്നറിയപ്പെടുന്ന ഈ ഒരു സുന്ദരക്കുട്ടൻ്റെ റോയൽ ബ്ലഡിൻ്റെ വീഡിയോ ആണ്. റോയൽ ബ്ലഡുള്ള രാജവംശയ്ക്ക് ഒരു റോയൽ എൻട്രി തന്നെ കണ്ടില്ലേ? മാരക എൻട്രി. നെറ്റിപ്പൊട്ടൊക്കെ കെട്ടിയിട്ട് നമ്മുടെ നിമലിത വണ്ടിക്കകത്തുണ്ട്. വോക്കൽ രാജാവ് രാജവംശയുടെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇവൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിൽ പോകുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാരെ പരിചയപ്പെടുത്തേണ്ടത്. കമാൺ, ഇതാ നമ്മളെ ക്രൂ നിരന്ന് നിൽക്കുന്നുണ്ട്. ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. പേര് സ്റ്റാഫാണ്. ഇത് അമൽ നമ്മളെ സ്റ്റാഫ് എന്ന് പറയാം. അടുത്ത് സ്റ്റാഫാണ്. ഇതാണ് നമ്മളെ എന്താ പറയാ, പറയാൻ വാക്കുകളില്ലാത്ത മാനേജറാണ്. ഓൾ ഇൻ ഓൾ ആണ്. എല്ലാം ആശ്ലിക്ക, എന്താണ് ഈ രാജവംശ? ഈ എഡിഷൻ നെയിം ഇടാനുള്ള കാരണം എന്താ? രാജവംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോയൽ ബ്ലഡ്, അതായത് എന്താ പറയാ, രാജകീയ കുടുംബം, രാജവംശത്തിൽപ്പെട്ടവൻ, അങ്ങനെ ഒരു, അതായത് പ്രൗഢിയുള്ള ഒരു പേര് സെലക്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ട പേരാണ് രാജവംശം. പേര് പോലെ തന്നെ പ്രൗഢിയുള്ള വണ്ടിയല്ലേ. പിന്നെ ഇറങ്ങിയപ്പൻ്റെ മോനെ കണ്ടില്ലേ, എവിടെയും കൊടുത്തിട്ടുണ്ട് ദ റോയൽ ബ്ലഡ് കണ്ടില്ലേ. അപ്പോൾ മച്ചാന്മാരെ, അങ്ങനെയാണ് നമ്മുടെ രാജവംശയ്ക്ക് രാജവംശ എന്നുള്ള പേര് വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഇനി വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രകാശിന് തന്നെ ചെയ്തിറങ്ങിയിട്ടുള്ള സെഡോൺ ബോഡിയാണ് വണ്ടി വരുന്നത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ഏറ്റവും മേലായിട്ട് ടോപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കണ്ടില്ലേ, നമ്മൾ ആനയ്ക്ക് നെറ്റിപ്പൊട്ടൊക്കെ കെട്ടുന്ന മാതിരി രാജവംശയ്ക്ക് നെറ്റിപ്പൊട്ടൊക്കെ കെട്ടിയിട്ട് എന്താ അതിൻ്റെ ഒരു അഴക് കാണാൻ. പിന്നെ ആ ഒരു ഓറഞ്ച് ബ്ലാക്ക് കോമ്പോയിലുള്ള ആ ഒരു ഡിസൈൻ ഭയങ്കര ഭംഗിയായിട്ടാണ് വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അല്ലല്ലോ കേട്ടോ, ഇവന്റെ പെർഫോമൻസ് പുറത്ത് മാത്രമല്ല, അകത്തും ഇവൻ കില്ലാടിയാണ്. അകത്തും പുറത്തും കില്ലാടിയാണ്, നമ്മളറിഞ്ഞു. പിന്നെ ഇതാ ഇവിടെ അതാ ദ ഫ്യൂഡൽ ലോഡ് എന്നൊക്കെ ഒരു ബാഡ്ജിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒരു ലോഡ് തന്നെയാണ് ചെക്കൻ. പിന്നെ ഇതാ ഹെഡ്ലൈറ്റിൻ്റെ ചുറ്റുമൊക്കെ നമ്മുടെ നിയോൺ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങൾ, റെഡ് സ്ട്രിപ്പ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലെ കൂടെ ബ്ലൂ ലൈറ്റും കാര്യങ്ങളും സ്ട്രിപ്പ് ലൈറ്റ് വേറെ വരുന്നുണ്ട്. ഈ സൈഡിലെ സ്ട്രിപ്പ് ലൈറ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ വൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ, സ്ട്രിപ്പ് ലൈറ്റ്. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ടുള്ള ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്, എക്സ്ട്രാ ഫിറ്റിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഫ്രണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രാജവംശയുടെ ആ ഒരു സൈഡ് ലുക്കും കൂടി നോക്കാം. കണ്ടില്ല, ആ ഒരു ഓറഞ്ച് പെയിൻറ്റിനകത്ത് എക്സ്പ്ലോഡ്, ഈ ഒരു സൈഡിൽ എക്സ്പ്ലോഡ് എന്നൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട്. ഈ ഒരു എക്സ്പ്ലോഡ് എന്നുള്ള ഡിസൈൻ ഇവരുടെ കുറേ മുന്നത്തെ വണ്ടികൾ തന്നെ. ഇത് ഒരുപാടായില്ല ഈ ഒരു ഡിസൈൻ ഫോളോ ചെയ്യുന്നത്. 2018 നമ്മുടെ ഫസ്റ്റ് സെഡോൺ നായക് വീരപുത്ര ഒക്കെ വന്ന ഡിസൈൻ. അതൊക്കെ വൈറ്റിനകത്തായിരുന്നു അല്ലേ? ഈ ഒരു എക്സ് റെഡ് കളറ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് ആ ഒരു ഡിസൈൻ ഇട്ടത്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു പരുന്തിന്, ഇത് പരുന്തിനല്ലേക്ക, അടിപൊളിയായിട്ട് നല്ല ടെറർ ലുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇവിടെ ന്യൂ സ്റ്റാർ ഗ്രൂപ്പ് എന്നുള്ളൊരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. ഇക്ക, എന്താണ് ഇങ്ങനെ ഒരു ന്യൂ സ്റ്റാർ ഗ്രൂപ്പ് എന്നുള്ളൊരു? ന്യൂ സ്റ്റാർ എന്ന് പറഞ്ഞ പേര് നമ്മുടെ വേറെ വല്ല ബിസിനസ് സംരംഭങ്ങളുടെ പേരും ന്യൂ സ്റ്റാർ ആണ്. ബാക്കി സെറ്റപ്പ് ഒക്കെ അങ്ങനെയാണ്. അതാണ് ന്യൂ സ്റ്റാർ പറഞ്ഞ കാരണം ഇട്ടതാണ് ന്യൂ സ്റ്റാർ ഗ്രൂപ്പ്. ഓക്കെ. പിന്നെ അതാ ഫ്രണ്ടിലെ വീൽ കപ്പ്, ഇത് പ്രകാശം തന്നെ ചെയ്തിറങ്ങുമ്പോൾ ആ ഒരു ടൈപ്പ് വീൽ കപ്പും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ വീൽ കപ്പ് കുറച്ച് വെറൈറ്റി ആണ് കേട്ടോ, ഇതുവരെ കാണാത്ത ടൈപ്പ് വീൽ കപ്പാണ്. കണ്ടില്ലേ, ഇത് കസ്റ്റമൈസ് ആയിട്ട് ചെയ്തിട്ടില്ല, അത് കാണാനും ഉണ്ട്, സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്, നൈസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു എക്സ് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു എക്സ്. പിന്നെ ഇതാ മേലെ കണ്ടോ, പ്രൈഡ് ഓഫ് ദേവലോക, ഇത് നിങ്ങളുടെ ഒരു ഗ്യാരേജ് അറിയപ്പെടുന്ന പേരാണല്ലോ, ദേവലോക. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഒരു ബാക്ക് വ്യൂ നോക്കാം. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം കേട്ടോ, ഒരു പുതുതായിട്ട് വരുന്ന ഒരു ബൈപ്പാസ് ആണല്ലോ അത്. ഓക്കെ, ഇതാണ് നമ്മുടെ രാജവംശയുടെ ഒരു ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ, റിഫ്യൂസ് ടു സിങ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ടോ,
അടിപൊളിയാണ് ഈ ഒരു ഡിസൈനൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇത് പെയിൻറ്റിംഗ് ആണ്. ബാക്കിയുള്ള വർക്ക് നമ്മൾ സൈഡിൽ കണ്ട വർക്കൊക്കെ സ്റ്റിക്കർ വർക്കാണ് വരുന്നത്. ഈ ഒരു വർക്ക് ആരും ചെയ്തിട്ടില്ലേക്കാ? ഇത് ബാംഗ്ലൂരിലുള്ള ഒരു ആർട്ടിസ്റ്റ് ചെയ്ത ഹാജി അലി എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ചങ്ങനാശ്ശേരി നിത്യ ആ വണ്ടിയിലൊക്കെ വർക്ക് ചെയ്ത ഒരു പുള്ളി തന്നെയാണ് ഇത് ചെയ്തേക്കണം നമുക്ക് വേണ്ടിയിട്ട്. നിങ്ങൾ സാധാരണ വണ്ടി ഇങ്ങോട്ട് പ്ലെയിൻ ആക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണല്ലോ വർക്ക് ചെയ്യാറില്ല? അതെ അതെ. ഇപ്പം എത്തോണ പുതിയൊരു കാര്യങ്ങൾ അപ്പം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചെയ്തതാണ്. ഒരു കൺസെപ്റ്റ് പുതിയൊരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ആരും ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനത്തെ ഒരു കാര്യം. നമ്മൾ ടാറ്റുവിൻ്റെ ആ ഒരു ഇതാണ് ഇതിൻ്റെ അകത്ത് ഉദ്ദേശിച്ചേക്കണേ കൺസെപ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡത്തെ ഒരു വ്യൂ കൂടി നോക്കാം. നമ്മൾ റൈറ്റ് സൈഡിൽ കണ്ട ഏകദേശം സെയിം ഡിസൈൻ തന്നെയാണ്, കാര്യമായിട്ട് മാറ്റമൊന്നുമില്ല. കണ്ടില്ലേ ആ ഒരു വലിയൊരു എക്സ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് പിന്നെ എക്സ്പ്ലോർ എന്നുള്ള ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടാ കൂട്ടാൽ ഒരു മൊത്തത്തിലുള്ള ലുക്ക് എന്ന് പറയുന്നത് അടിപൊളി. അച്ഛന്മാരെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ രാജവംശയുടെ എക്സ്റ്റീരിയർ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയല്ലേ? അതെ, വലത് കാല് വെച്ച് കാരണം വലത് കാല് നമ്മുടെ അശിൽക്കത് അവിടെ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ സ്ട്രിപ്പ് ലൈറ്റ്, പച്ച സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അശിൽക്ക ഉഷാറല്ലേ? പിന്നെ അശ്ലിക ആ ഹോൺ അടിച്ചിട്ട് അടുത്ത് തുടങ്ങി ഐശ്വര്യ സെറ്റല്ലേ? അപ്പോൾ മച്ചാൻ പറയാം, നമ്മുടെ ക്യാബിൻ നോക്കുകയാണെങ്കിൽ രാജവംശയുടെ ക്യാബിൻ എന്ന് പറയുന്നത് ഒരു റെഡ് ബ്ലാക്ക് കോമ്പോയിലാണ് നമ്മുടെ എക്സ്ട്രീം ഓഡിയോസ് പാമ്പാടിയുടെ ഒരു ബാഡ്ജും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു റെഡ് ബ്ലാക്ക് കോമ്പോയിലാണ്. പിന്നെ സ്പീക്കറും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ രാജവംശയുടെ ഒരു ക്യാബിൻ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അതെ ലൈലൻഡ് വണ്ടിയാണ്. അശ്ലിക, നിങ്ങളൊരു ലൈലൻഡ് ഫാനല്ലേ? പിന്നെ എന്തുകൊണ്ട്? ലൈലൻഡിന്റെ അത്രയും കംഫർട്ട് ഡ്രൈവേഴ്സ് വെഹിക്കിൾ എന്ന് പറയുന്നതാണ് ലൈലൻഡ്. ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹാസനം അതെന്ന് ലൈലൻഡ് തന്നെയാണ്. അപ്പോൾ നമ്മളിത് 2019 മോഡൽ 210 വീൽ ബേസ് വണ്ടി. എന്താണ് ഇവന്റെ ക്യാബിനിലെ വിശേഷങ്ങൾ? ഇവൻ നമ്മളെടുത്ത് നമ്മുടെ സ്വന്തം ചേസാണ്. നമ്മൾ ചേസ് എടുത്ത് വണ്ണത്തേക്ക് കൊണ്ടുപോയി കെട്ടി ഇറക്കിക്കൊണ്ട് വന്ന നമ്മുടെ വണ്ടിയാണ്. അപ്പൊ ഇത് സാധാരണ വണ്ടീനേക്കാളുള്ളൊരു കാര്യം ചെയ്ത് സാധാരണ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇച്ചിരി കാറിന്റെ പോലെ ഇച്ചിരി ചെരിഞ്ഞിരിക്കുന്ന സ്റ്റിയറിംഗ്. ഇത് നമ്മൾ ഇച്ചിരി നിവർത്തിയിട്ടുണ്ട് ഈ സ്റ്റിയറിംഗ്. അത് ആ പഴയ ഒരു 160 ഒക്കെ ഒരു കംഫർട്ട് കിട്ടാനും ആ ഇരിപ്പ് സുഖം വീശാനൊക്കെയുള്ള സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അത് പ്രകാശം വർക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അല്ല, നമ്മൾ പ്രകാശ് ചെയ്ത് തരില്ല അവര്. നമ്മളിവിടെ നാട്ടിൽ വന്ന് ചെയ്ത പറവൂരും ഉണ്ട് നമ്മൾ ചെയ്താണ്. പിന്നെ ഈ വണ്ടിക്കകത്ത് പറഞ്ഞാൽ നമ്മളിത് ഇതൊക്കെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെറുതായിട്ട് ചെയ്തതാണ്, ഒരു ഭംഗിക്ക് വേണ്ടിട്ട്. പിന്നെ അത് വോൾവോ ക്യാബിനാണല്ലേ? കൊള്ളാലോ. അപ്പൊ നമ്മളെ സെറ്റിന്റെ കാര്യങ്ങളൊക്കെ പറയും. നമ്മുടെ സെറ്റ് പാമ്പാടി എക്സ്ട്രീം സെറ്റാണ്. ജിതിന്റെ ഫസ്റ്റ് വർക്കാണ്, ഹെവി വർക്കാണ്. നമ്മൾ 2 ഘട്ടമായിട്ട് സെറ്റ് വർക്കിന്റെ ചെയ്തേക്കണം. ഫസ്റ്റ് നമ്മൾ ഓടാൻ ധൃതിക്ക് വേണ്ടിയിട്ട് ചെറിയ വർക്ക് ചെയ്തു. പിന്നെ രണ്ടാമത് കൊണ്ട് ഹെവി വർക്ക് ചെയ്ത വണ്ടിയാണ്. ഇതിന്റെ അകത്ത് വന്നേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പൈനിയറിന്റെ സാധാ ആമ്പ്, പിന്നെ ഓഡിയോ മാസ്റ്ററിന്റെ 2 മോണോ ആമ്പുമാണ് ഈ വണ്ടി. അതാണ് ഈ വണ്ടിയുടെ ആമ്പിന്റെ വർക്കുകൾ വരുന്നത്. അതാണ് ആമ്പുകൾ വരുന്നത്. ഇവിടെ വരുന്നതുകൊണ്ട് ഇത്രയാണ് ആമ്പുകൾ ഇരിക്കുന്നത്. നമ്മളെ കൺട്രോൾ യൂണിറ്റും അതിന്റെ കാര്യങ്ങളൊക്കെ പൈനിയറിന്റെ അറ്റ്മോസിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് ഇരിക്കുന്നത്. അറ്റ്മോസ് ആണ് അതിന്റെ അകത്ത് സെറ്റിങ്ങും കാര്യങ്ങളെല്ലാം ഈ യൂണിറ്റ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ DVD, സോണിയുടെ ഒരു DVD പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഇത് നമ്മുടെ മെയിൻ MP3 ആണ്. എല്ലാ ഉള്ളിലെ പാട്ട് കാര്യങ്ങളെല്ലാം പോകുന്നത് ഇതിന്റെ അകത്ത്. ടച്ച് കൺട്രോൾ ആണല്ലേ? താഴെ ഇരിക്കുന്നത് ക്യാബിനിലേക്ക് മാത്രം വേണ്ടിയിട്ടുള്ള. ഞങ്ങൾ പല വണ്ടിയിലും ഇപ്പൊ ഇതിനു മുമ്പ് ചെയ്ത പല വണ്ടിയിലും ഈ സംഭവം ക്യാബിനിക്ക് മാത്രമാണ്. ഇത് മൊത്തത്തിലാണ് ഇച്ചിരി ഫംഗ്ഷനിങ് കൂടുതലുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ വർക്കിംഗ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ അകത്തുള്ള സെറ്റിംഗ്സും കാര്യങ്ങൾ, ഇക്വലൈസർ കാര്യങ്ങളെല്ലാം പറഞ്ഞ ഇതിന്റെ അകത്താണ്. മിക്സർ വരുന്നുണ്ട്. മിക്സർ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിക്സർ അല്ലേ? പിന്നെ നമ്മൾ എത്ര സ്പീക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ? ഈ ക്യാബിന്റെ അകത്ത് ഇത് 2 മെയിൻ സ്പീക്കേഴ്സ്, അത് വോക്കൽ ഔട്ടിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്ന 2 സ്പീക്കർ. ഇത് ക്യാബിനിലേക്ക് മാത്രമായിട്ട്, ക്യാബിനിൽ മാത്രം പാട്ട് കേൾക്കാണ്ട്. ഈ MP3യിൽ
പോണാണ് ഈ രണ്ട് സ്പീക്കർ, ഈ ചെറിയ സ്പീക്കർ, ഈ പയനിയറിന്റെ സ്പീക്കർ അല്ലേ? സ്പീക്കർ. ഓക്കെ, ഈ സ്പീക്കർ ഇത് സെറ്റ് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടല്ലോ. ഇതൊക്കെ വുഡിൽ തന്നെ കൈകൊണ്ട് കട്ട് ചെയ്തെടുത്ത ഡിസൈൻസ് ആട്ടോ ഇതെല്ലാം നമ്മുടെ വണ്ടിയിൽ. എക്സ്ട്രീം ഓഡിയോസ് അവര് കട്ട് ചെയ്തെടുത്തതാണ് ഫുൾ വർക്ക്. പിന്നെ നമ്മുടെ സാധാ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇത്രയും സ്പീക്കേഴ്സും കാര്യങ്ങളും ഫംഗ്ഷനും ഉണ്ടെങ്കിലും നമുക്ക് വളരെ കുറവ് മിനിമൽ ആയിട്ടുള്ള അത് കൺട്രോൾ ചെയ്യാൻ സുഖത്തിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടും ഏറ്റവും ലളിതമായിട്ട് ആർക്ക് വേണം ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കുറച്ച് ഒരു സ്വിച്ച് 2 സ്വിച്ച് മതി അകത്തോട്ടുള്ള വാട്ടിന് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ളത്. ഇവിടുത്തെ മൊബൈൽ ചാർജിന്റെ ഈ സോക്കറ്റും കാര്യങ്ങളും ലൈറ്റ് ഇട്ടല്ലോ ഇപ്പൊ കണ്ടില്ലേ? അതിലുണ്ടല്ലോ എക്സ്പ്ലോഡ് എക്സ്പ്ലോഡ് ആണ്. ഇതിന്റെ മുകളിൽ സംഭവം എന്താ സാധനം? അത് നമ്മുടെ വൈഫൈ മൈക്കിന്റെ കോർഡ്ലെസ് മൈക്കിന്റെ കണക്ടറാണ് പോയേക്കുന്നത്. അതിന്റെ ഉള്ളിൽ ഇതൊരു ജോയ്സ്റ്റിക്ക് വരെ സംഭവം, അതാണ് ടിവിയുടെ സ്ലൈഡിങ് ടിവിയുടെ ഈ സംഭവമാണുള്ളത്. അപ്പൊ മച്ചാമാർ, ഇത്രയാണ് നമ്മുടെ രാജവംശയിലെ ക്യാബിൻ വിശേഷങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റത്, ഇവിടെ ഒരു പച്ചലൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഒന്നല്ല, ഒരുപാടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉള്ളിൽ കയറിയാലോ മിസ്റ്റർ നിമൽ? അകത്തേക്ക് പോകാം. അപ്പോൾ മച്ചാമരെ, ഇതാണ് നമ്മുടെ രാജവംശയുടെ ഇന്റീരിയർ എന്ന് പറയുന്നത്. കണ്ടോ, കയറി വരുമ്പോൾ തന്നെ ഒരു ഫുട്ബോളിന്റെ വലുപ്പത്തിലുള്ള ഒരു ബോൾ ലൈറ്റ് ഉണ്ട് കേട്ടോ, നല്ല വലിയൊരു ബോൾ ലൈറ്റ് ആണ്. 7 ഇഞ്ചിന്റെ ഫുട്ബോളാണ്. പിന്നെ ഇതാ നമ്മുടെ ഫിഷ് ലൈറ്റും കാര്യങ്ങളും ഓൺ ആക്കിയിട്ടുണ്ട്. ബില്ലറ്റ് ലൈറ്റ് 1, 2, 3, പിന്നെ സെക്കൻഡ് ടി വി അല്ലേ? ഫ്രണ്ടിൽ ഒരു 55 ഇഞ്ച് വലിയ ടി വി ഉണ്ട്, അതിന് പുറമെ സെക്കൻഡ് ടി വി അവിടെ ഉണ്ട്. സെക്കൻഡ് ടി വി നല്ല 3 ടി വി ഉണ്ടല്ലേക്കാ? ഇതും ടി വി അല്ലേ? ഓക്കെ. പിന്നെ അത് അവിടെ ഒരു സ്പൈഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുമ്മലാണ് അതിന്റെ കളി കേട്ടോ, ഞങ്ങൾ ആൾറെഡി ഓണാക്കി കണ്ടു അല്ലേ മിസ്റ്റർ നിമൽ? മോനെ വേറെ ലെവല് സാധനം. അവിടെ ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. എത്ര സബ് അവിടെ കൊടുത്തിട്ടുള്ളത്? ഇതിന്റെ അകത്ത് 4 എണ്ണം, അതായത് 1, 2, 3, 4 അല്ലേ? ബർത്ത് കട്ട് ചെയ്തേക്കണ വണ്ടിയാണ്. ശരിയാ, ഈ ഒരു ഇവിടെ വെച്ച് കട്ട് ചെയ്തു. പല വണ്ടിയിൽ ഇവിടെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല, ഇത് നിറഞ്ഞു കവിഞ്ഞ്. പിന്നെ വേറെ കാര്യം ഉണ്ട് കേട്ടോ, നമ്മള് ഇന്നലെ ആൾറെഡി പ്ലേ ചെയ്ത് കണ്ടു. ഈ ഏരിയയിൽ ഇരിക്കാൻ പറ്റില്ല, കാരണം ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങടാ വരുന്നത്, കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മള് ഗാനമേളയില് ഓപ്പണറിൽ വെക്കണ PA സബ്, 15 ഇഞ്ചിന് PA സബാണ് വെക്കുന്നത്. ചുമ്മാ അല്ലത് ഇത്ര പവർ. ഇത് നമുക്ക് ലോങ്ങില് വോക്കൽ ഔട്ടിന് വേണ്ടിയിട്ട് ഇതിന്റെ പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ അകത്തല്ല പുറത്താണ് ഇതിന്റെ പെർഫോമൻസ് കിട്ടണത്. 500 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറം വരെ പവർ ഉണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ മെയിൻ എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്പീക്കേഴ്സിനെ കുറിച്ചൊക്കെ, സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ടോപ്പില് നമുക്ക് 6 സ്പീക്കർ ഉണ്ടാവും. ബർത്തിൽ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 സ്പീക്കർ വരുന്നുണ്ട്, ഈ 2 സൈഡിലും 2 സ്പീക്കർ. ഇവിടെ സ്പീക്കർ ഉണ്ട് അല്ലേ? 1, 2 അല്ലേ? മൊത്തം 6. പിന്നെ ബർത്തിന് അടിയിൽ 16 കമ്പോണന്റ് സ്പീക്കർ ആയിരിക്കുന്നത് 16 എണ്ണം കമ്പോണന്റ് സ്പീക്കേഴ്സ്. പിന്നെ താഴെ 8 വോക്കൽ ഔട്ടിന് നമ്മളെ ക്യാബിൽ വെച്ചേക്കണ സ്പീക്കേഴ്സ് ആണ് വെച്ചേക്കണത്. സീറ്റിന്റെ അടിയിൽ 8 എണ്ണം ഉണ്ട്. തീർന്നില്ലേ? പിന്നെ അതിന്റെ അകത്ത് സാധാ ഒരു സബ് ഉണ്ട്, സീറ്റിനടിയിൽ ഒരു സബ്, സാധാ സബ്. ഇത്രയാണ് വരുന്നത്. പിന്നെ ഒരു യൂണിറ്റ് ഉണ്ട് പറഞ്ഞേ, ഈ സാധനം അല്ലേ? അത് നമ്മുടെ ഈ PAയുടെ കൺട്രോൾ യൂണിറ്റ് ആണ്. നമുക്ക് ക്യാബിലൊന്നും വെക്കാം. ഏകദേശം ഒരു 16 കിലോ. ആമ്പ് പോരാ, ആമ്പ് മാത്രം പോരാ. ഇത് വർക്ക് ചെയ്യണമെങ്കിൽ അതിന്റെ ഡ്രൈവാണ്, ആ ഡ്രൈവർ വെച്ച് ഈ സാധനം വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു 18 കിലോ ഉണ്ട് അതിന്റെ വെയിറ്റ്. അത് 18 കിലോ അല്ലേ? ഒരെണ്ണത്തിന്. അത് നമുക്ക് ക്യാബിനിൽ വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആണത്, ഇരിക്കാൻ ചാൻസ് കുറവാണ്. ബർത്തിൽ അത് സെറ്റ് ചെയ്തേക്കണം. ഈ സാധനം കേട്ടോ പറഞ്ഞത്, നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിലാണ് സാധനം ഇരിക്കുന്നത്, ഇത് നല്ല വൃത്തിയായിട്ട് കവർ ചെയ്താണ് അവർ. എക്സ്ട്രീം ഓഡിയോസിന് അതിന്റെ ക്രെഡിറ്റ് കൊടുക്കണം. പിന്നെ എക്സ്ട്രീം ഓഡിയോസിന്റെ കലാവിരുന്നാണ് വണ്ടി മുഴുവൻ. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ഇതിന്റെ വെയിറ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് പറഞ്ഞെടുത്തേ. ഇതിന്റെ വെയിറ്റ് ഒരു സബിന് 24 കിലോ വെയിറ്റ് വരുന്നുണ്ട്. 1-ന് 24, അങ്ങനെ 4 എണ്ണാണ് ഇവിടെ ഇരിക്കുന്നത്. സ്മോക്കറിന്റെ കാര്യം കൂടി പറഞ്ഞത്, 2 സ്മോക്കറാണ്. ഒന്ന് ഇവിടെ സീറ്റിനടി സാധാരണ വണ്ടിക്ക് വരുമ്പോൾ സെന്ററിലുണ്ട്, ഒരെണ്ണം അവിടെ സെന്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മച്ചാമാരെ കേട്ടില്ലേ, ഇത്രയാണ് നമ്മുടെ രാജവംശയുടെ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് കേക്ക് അനുഭവിച്ചറിയാണ് ചെയ്യേണ്ടത്. നമുക്ക് സെറ്റിങ്സ് ഒക്കെ ഓണാക്കി നല്ല കിടുക്കാച്ചി പാട്ടൊക്കെ ഇട്ടിട്ട് അതുകൂടെ കണ്ടിട്ട് വരാം. ജനലും വാതിലും മൂട്ടണ് ഓന്റെ പാട്ടു നോക്കി ഒന്നാല് കോണോടി നടക്കും മണ്ട പൊളിയാതിരിക്കാൻ ഓടി ഒളിക്കും
കാരണം ആരുടെ കാലം മുതൽ ചിലക്കുന്ന ചിന്ത വരെ ചിന്ത നശിച്ചവർ ഇനി ചിലർ കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പരം കണക്കിന് കിറങ്ങി മാറിയൊരു ചിരി നിറം മാറി കത്തി തീരി പിരി പൂർണ്ണമായ തിരിച്ചെതിർ ദിശയിൽ വിട്ടിടയിലവൾ വെയിലി കണ്ടിട്ടു പൊടി തട്ടി പൊട്ടി തവിട് പൊട്ടി രണ്ട് കയ്യിൽ നെഞ്ചിൽ കൊലങ്ങൻ പൊട്ടി പൊട്ടുന്ന സ്ഥലത്ത് പോയ ട്രോജൻ പൊട്ടി നിന്റെ പാട്ടിട്ട് പാതകുത്തര പൊട്ടി ഉരിയിട്ട് ഫ്യൂസിലിട്ട് കത്തിയിട ട്യൂബ് കീറിയ കളസോൺ സ്ക്രൂ രണ്ട് ലൂസ് മാതിരി തൊട്ടു പകൽ വരെ ഒരു പൊട്ടി കര കുളം കുളം കര 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 പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ പമ്പര മച്ചന്മാരെ അടി 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 എന്ന് പറഞ്ഞ പൊരിഞ്ഞടി. ഇതാണ് അടി. എന്താണ് കുട്ടാ? വോക്കൽ കിങ് രാജവംശ ദ റോയൽ ബ്ലഡ്. സംഭവം കിടുക്കാച്ചയാണ് കേട്ടോ. ആ ഒരു വോക്കൽ ക്ലാരിറ്റി, സൗണ്ടിൻ്റെ ക്ലാരിറ്റി, പെർഫെക്ഷൻ എടുത്തു പറയേണ്ടത് തന്നെയാണ്. പാമ്പാടിൻ്റെ എക്സ്ട്രീം ഓഡിയോസ്, പാമ്പാടിയിലെ എക്സ്ട്രീം ഓഡിയോസിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ അല്ലേ മാരകം അടിപൊളി സെറ്റാണ്. അപ്പം മച്ചാമാരെ നമ്മുടെ രാജവംശയുടെ കിടുക്കാച്ചി സെറ്റിങ്സ് ഒക്കെ ഇപ്പം ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു. നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ നമ്മൾ അടുത്തതായിട്ട് ഒരു ചെറിയൊരു ഇൻ്റർവ്യൂ സെക്ഷൻ ഉണ്ട്. ആ ഒരു ഇൻ്റർവ്യൂ സെക്ഷൻ തുടങ്ങുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ കിട്ടിയിട്ടുണ്ട്. അല്ലേടാ കുട്ടാ? അതെ, നമ്മളെ എക്സ്ട്രീം ഓഡിയോസിൻ്റെ ഓണർ അല്ല ഏട്ടനാവില്ലേ എന്താ പേര്? ജിതിൻ. അതായത് എക്സ്ട്രീം ഓഡിയോസിൻ്റെ ഓണറാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ വണ്ടി രാജവംശ ഇതിന്റെ വോക്കൽ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഒരു 500 മീറ്റർ അപ്പുറം നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനെ കുറിച്ച് എന്താ പറയാ? അത് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പബ്ലിക് ഓഡിയോ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. അതായത് പബ്ലിക് ഓഡിയോ സിസ്റ്റം അല്ലേ? PA ഓഡിയോ സിസ്റ്റമാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ചെയ്തത്. പിന്നെ ക്യാബിനകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായിട്ട് വെച്ചിട്ടുണ്ട്. പുറമെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാർഷീരിയൻ DVD AVR ഒരു യൂണിറ്റും മാത്രമേ കാണത്തുള്ളൂ. പക്ഷേ അതിനകത്ത് ഉണ്ട്. ഈ ബോക്സിനകത്ത് സംഭവം പൊതുവെ ഞങ്ങൾ പല വണ്ടിയിലും കയറിയപ്പോൾ ബാക്ക് ഒരു ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്, ഇത് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിന്റെ കൺസെപ്റ്റ് ഒക്കെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഗാനമേളയ്ക്ക് ഉപയോഗിക്കുന്ന സബ്ബാണ്. ഗാനമേളയ്ക്ക് 18 ഇഞ്ച് സബ്. പിന്നെ അത് വെച്ചതിന് അറേഞ്ച് ചെയ്ത് തന്നെ താഴേക്കായിട്ടാണല്ലോ അല്ലേ? അതെ അതെ, താഴോട്ടെ. അത് അങ്ങനെ വെക്കാൻ പറ്റുള്ളൂ, 18 ഇഞ്ചല്ലേ. പിന്നെ ബെർത്തൊക്കെ കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് അവിടെ ബെർത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. ബെർത്ത് കട്ട് ചെയ്ത് കറക്റ്റ് ഫില്ല് ചെയ്താണ്. ഒരുപാട് ടൈം എടുത്തു ഈ വണ്ടി ചെയ്തിറക്കാനാണ്. ഏട്ടൻ്റെ സ്റ്റാർട്ടിങ്ങും ഇത് ഈ ഒരു വണ്ടി ഏറ്റവും ഹെവി വർക്കും സ്റ്റാർട്ടിങ്ങും ഇത് തന്നെയാണ്. ശരി, തുടക്കം ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയ വണ്ടി നമ്മളെ എക്സ്പോർട്ടിന്റെ ഈ വണ്ടി തന്നെയാണ്. അത് ഫസ്റ്റ് ട്രിപ്പ് തന്നെ. അതായത് ഞാൻ ഇതൊന്നും ചെയ്യാതെ തന്നെ അന്ന് ആഷിൽ കിടന്ന് വോളം വെച്ച് എനിക്ക് വണ്ടി ഇപ്പൊ കുടകിന് പോകണം എന്നൊക്കെ പറഞ്ഞ് പകുതി ചെയ്ത് 2 PA വെച്ച് പോയി. പിന്നെ ഈ PAയുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം ഒരു പേടിയുണ്ടായിരുന്നു. അതിന്റെ ഔട്ട് മൊത്തം പോണ പുറത്തേക്കാണ്. അതെ, എല്ലാവർക്കും ആഷിലും എല്ലാം ഒരു പേടിയുണ്ടായിരുന്നു. PA വെച്ച് എങ്ങനെയാവും അതിന്റെ പെർഫോമൻസ് പേടിയുണ്ടായിരുന്നു. പക്ഷെ ഇതൊന്നും നമ്മളെ ബാറ്ററി അധികം പോകത്തില്ല. എല്ലാം കറക്റ്റ് ഇൻവേർട്ടർ വഴി ലോഡ് ചെയ്ത് പോകുന്നതായതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ബാറ്ററിക്ക് ഒരുപാട് പവർ എടുക്കത്തില്ല. പിന്നെ അഡീഷണൽ സൗണ്ടിൽ അങ്ങനെ വലിയ 2 ബാറ്ററിയെ തന്നെയാണ് നമ്മുടെ ഈ വണ്ടിയിൽ എല്ലാ സംഭവം വർക്ക് ചെയ്യുന്നത്. അഡീഷണൽ ഒരു ജനറേറ്ററായിട്ടോ വേറൊരു അഡീഷണൽ ബാറ്ററിയോ അങ്ങനെ ഒരു പരിപാടി എക്സ്ട്രാ. നമ്മുടെ അണിയറയിൽ 2 ചുണക്കുട്ടന്മാർ ഒരുങ്ങുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞു. അവരെ കുറിച്ച് 2 അതില് ഒരു വണ്ടി, അതായത് എക്സ്പ്ലോറിന്റെ 2 ചുണക്കുട്ടന്മാര്. അതില് ഇതുവരെ ഇവര് സെലക്ട് ചെയ്ത് പേര് പറഞ്ഞിട്ടില്ല. ഝാൻസി റാണിയാണോ തലൈവയാണോ, അതിലൊരു വണ്ടി അത് നമ്മൾ കൂടുതൽ അതിനെ പറ്റി ഹെവിയാണ്. അത് കേരളക്കര കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചതാവാനും ആവാതിരിക്കാനും സാധ്യത ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എക്സ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകളായിരിക്കും, അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഒരുപാട് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ചെറിയ ചെറിയ വർക്കുകളാണ്. ഇതാണ് ഹെവി വർക്കായിട്ട് വന്നത്. ബാക്കിയുള്ള എല്ലാം ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിന് തന്നെ ഈ അപ്ഡേഷൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് കേട്ടല്ലോ. ഇതിനുണ്ട് ഗജവീരൊക്കെ ഉണ്ട് അല്ലേ? ഗജവീരൊക്കെ ഉണ്ട്.
പിന്നെ ഈ വർക്കുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു കാർപ്പൻറ്റർ ചേട്ടനുണ്ട്, ശശിയേട്ടൻ എന്ന് പറയും. ശശിയേട്ടനാണ് ഇതിന്റെ ഡിസൈനൊക്കെ വെട്ടിയത്. അതായത് ഈ ഒരു ഡിസൈനൊക്കെയാ പറഞ്ഞ ഈ ഡിസൈന് ഈ കാണുന്ന ഇതൊന്നും ലേസർ കട്ടിങ് ഒന്നുമല്ല, ശരിക്കും ജിക്സോയിൽ ബ്ലേഡ് വെച്ച് കൈകൊണ്ട് കട്ട് ചെയ്ത് ഹാൻഡ് മെയ്ഡ് ആണ്. ആ പുറത്തെ ഡിസൈനും പിന്നെ ഇത് ഡിസൈൻ ചെയ്തേക്കുന്ന മുഴുവൻ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അഖിൽ എന്ന് പറയുന്ന പയ്യനാണ്. അഖില്. പിന്നെ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ സിദ്ധാർത്ഥ് ബ്രോ. എത്രയായി പാമ്പാടിയിലായിട്ട്? 2 മാസമായി. പിന്നെ അനന്തു ഇതിൻ്റെ മെയിൻ ഒരുത്തനുണ്ട്, ഇതിൻ്റെ വയറിങ്ങിൻ്റെ ഒരു പാർട്ടി. അവനിങ്ങനെ ഒരു വണ്ടിയുടെ ഒരു സൈഡിൽ നിന്ന് നമ്മുടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 2 കുപ്പി ഉള്ള ഒരു മൊബൈലിൻ്റെ ബ്ലൂടൂത്തിൻ്റെ സ്പീക്കറുമായിട്ടാണ് കയറുന്നത്. പുള്ളി രാവിലെ കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഉച്ചയ്ക്ക് ഓർണ ഇറങ്ങുമെന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ഇതിനകത്തൊക്കെ ഇരുന്ന കഴിക്കുന്നത്. പാട്ട് കേട്ടാൽ മതിയല്ലോ പുള്ളിക്ക് അത് പണി തീർത്തിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുക എന്നുള്ള എന്നെ ഹാത്ര ബോസ് നോക്കാനും എല്ലാ കാര്യത്തിനും എല്ലാവരും ഒരുപോലെ. അത് ഒരു 5-6 പേര് കൂടി ആഷിലും കൂടെ കൂടി പിടിച്ചിട്ടാണ് ആ ബോക്സ് കയറ്റി വെച്ച് മുറിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, ഞങ്ങൾ ഒരു പോക്ക് അവിടേക്ക് വരുന്നുണ്ട്. വരണം വരും. അപ്പം മച്ചന്മാരെ, നിങ്ങൾ ഇപ്പൊ കണ്ട ക്ലിപ്പ് നമ്മുടെ ജിതിനായിട്ടുള്ള ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്തതാണ്. പുള്ളിക്ക് ഇന്ന് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഇവിടെ എക്സ്പ്ലോർഡ് തന്നെ റൂമിൽ സ്റ്റേ ചെയ്ത്. അപ്പോൾ ഇനി നമുക്ക് രാജവംശയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അല്ലേടാ? യെസ്. അപ്പോൾ ഇക്ക, രാജവംശയുമായിട്ടുള്ള ബന്ധം, ഒരു ആത്മബന്ധം ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതെന്താണ്? ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പുത്രനാണ് രാജവംശ, റോയൽ ബ്ലഡ്. അതെ, ഇവനായിട്ടൊരു എല്ലാവർക്കും നമ്മുടെ കമ്പനി തന്നെ എല്ലാവർക്കും ഭയങ്കര ഒരു ആത്മാർത്ഥമായ ബന്ധം ഈ വണ്ടിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2019 രാജവംശ മാത്രമേ നമുക്കൊരു 3 മാസത്തേക്ക് നമുക്ക് ആകെ ഒരു വണ്ടി ഉണ്ടായുള്ളൂ. ബാക്കി വണ്ടികളൊക്കെ കുറച്ച് വിഷയങ്ങൾ കാരണങ്ങളായാലും നമ്മൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ എക്സ്പ്ലോഡിന്റെ പേര് നിലനിർത്തിയത്, പവർ നിർത്തിയത് ഈ വണ്ടിയാണ്. ഈ വണ്ടി ഇന്ന് ഇപ്പം 4 വണ്ടിയുണ്ട്. പക്ഷെ ഈ വണ്ടിയാണ് നമ്മുടെ എല്ലാത്തിനും നമ്മുടെ നട്ടെല്ലായിട്ട് നിന്നത് പ്രസ്ഥാനത്തിന്റെ. ആരടിക്കാൻ ഒരൊറ്റ ആള് മതി, എന്ത് കേസും പിടിച്ചോളും, ഒരു കുഴപ്പമില്ല. കോമ്പറ്റീഷൻ ആണെങ്കിലും നമ്മൾ ഇങ്ങനൊരു കൺസെപ്റ്റിക്ക് വരാൻ കാരണം എന്താണ്? ഈ സൗണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സൗണ്ടിന് നമ്മൾ ബാക്കി എല്ലാ വണ്ടിക്കാരായിട്ട് ഒരു വ്യത്യസ്തത വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബിന്റെ ഇടിനെക്കാട്ടി കുറച്ചുകൂടെ മേളിൽ വോക്കൽ വേണം. അതായത് പാട്ട് പുറത്തേക്ക് വരണം, വോക്കലോട്ട് വേണം. അതായത് നമ്മുടെ വണ്ടി ഒരു കോമ്പറ്റീഷൻ അടിക്കാൻ നേരത്ത് പുറത്ത് പിള്ളേരുന്ന് ഡാൻസ് കളിക്കണമെങ്കിൽ അടിപൊളിയായിട്ട് നമ്മുടെ വണ്ടിയുടെ പാട്ട് കേൾക്കാൻ പറ്റണം. അതിനൊപ്പം ബീറ്റും വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ, വോക്കലോട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അത് ഗാനമേളയ്ക്ക് ഓപ്പണർ വെക്കുന്ന കാര്യങ്ങൾ മാത്രമേ വണ്ടി ചെയ്തേക്കണം. ഇപ്പൊ ഇന്നലെ ജീൻചാട്ടൻ പറഞ്ഞിട്ടുണ്ട് വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതാണ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നേക്കുന്ന ഒരു കൺസെപ്റ്റ്. നമ്മൾ ആദ്യമായിട്ട് വണ്ടി ഇറക്കിയിട്ട് ക്യാമ്പസിക്ക് ഫസ്റ്റ് ട്രിപ്പ് എടുക്കുക, ഓർമ്മ ഉണ്ടോ? ഓർമ്മയുണ്ട്. അവിടുത്തെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് നല്ലൊരു അടിപൊളി എൻട്രി ആയിരുന്നു. ഫസ്റ്റ് ട്രിപ്പിന്ന് വണ്ടിക്ക് ബാക്കിൽ ആ ഒരു വര മാത്രമേ ഉള്ളൂ, സ്റ്റിക്കർ വർക്ക് പോലും ചെയ്തിട്ടില്ല. ഓറഞ്ച് കളറിൽ ഫുള്ളായിട്ട് കണ്ണപ്പേന്ന് ഇറങ്ങി വന്നു. മിനിമം ആയിട്ടുള്ള ഒരു സൗണ്ട് ചെയ്ത് അത്യാവശ്യം ട്രിപ്പ് ഓടാനുള്ള സെറ്റപ്പിൽ ചെയ്ത് ഇറക്കിയതാണ്. പക്ഷെ അതൊരു വുമൻസ് കോളേജിൽ നിന്നായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷയിലും സെറ്റപ്പ് ആയിട്ട പിള്ളേർ അവിടെ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് നല്ല സ്വീകരണം കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് അവർക്ക് വേറൊരു വണ്ടി അവിടെ നിന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പിന്നെ കോമ്പറ്റീഷനായിട്ടൊരു ഇതൊന്നും ഇല്ലായിരുന്നു. എന്നാലും നല്ല രീതിയിലുള്ള എൻട്രി കാര്യങ്ങളാണ് ഫസ്റ്റ് ട്രിപ്പ്. നമ്മുടെ ഒരു 3 ട്രിപ്പോളം നമ്മൾ വണ്ടി വർക്ക് ചെയ്യാതെ ഓടിയത്, ബേസിക് ആയിട്ടുള്ള സെറ്റിംഗ്സ് വെച്ചിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം വലിയൊരു അപ്ഡേഷൻ കഴിഞ്ഞു. അതിനുശേഷം ചെയ്തിട്ടുള്ള ട്രിപ്പ് ഏതാണ്? അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പോണ ട്രിപ്പ് ആലുവ UC കോളേജിൽ നിന്ന് പോകണം. അത് ഒരു 4 ദിവസം ട്രിപ്പായിരുന്നു. കിടിലും ട്രിപ്പായിരുന്നു. അവിടെ UC കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വണ്ടി ആ പിള്ളേർ അതുപോലെ ഓളമുള്ള പിള്ളേരാണ് UC കോളേജ്. അപ്പോൾ അതുപോലെ അടിപൊളി എൻട്രി ആയിരുന്നു നമുക്കവിടെ കിട്ടിയത്. എല്ലാ കാര്യങ്ങളും വെച്ചിട്ടും അടിപൊളി എൻട്രി തന്നെയായിരുന്നു. പൊളിച്ചടിക്കുക എൻട്രി ആയിരുന്നു. അത് ബേലൂരൊക്കെ ആയിരുന്നു. അവിടേക്കും എല്ലാ വണ്ടികളും ഉണ്ടായിരുന്നു. പിള്ളേർ ഹാപ്പി ആയിരുന്നു. അതാണ്. ഇവരിൽ അപ്ഡേഷൻസ് പ്ലാൻ ഉണ്ടോ? ഇനി അപ്ഡേഷൻസ് വെച്ചാൽ വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ ഒരു 80% വർക്കുകൾ കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ റോഡ് ഷോയും കാര്യങ്ങളും ക്യാബിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനുണ്ട്. പിന്നെ ചെറിയൊരു സ്ട്രിപ്പ് ലൈറ്റിൻ്റെ വർക്ക് ഇവിടെ വരാനുണ്ട്. ഇവിടത്തേക്ക് കൂടെ ഉടനെ വർക്ക് വരാനുണ്ട്. അപ്പൊ അതാണ് ഇപ്പൊ നിലവിൽ ഈ വണ്ടിയിൽ ഉദ്ദേശിക്കണം അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അതിപ്പോ അടുത്ത മാസം ഗജവീരുടെ അപ്ഡേഷൻ പറഞ്ഞല്ലോ നമ്മളപ്പോ, അത് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് ഇരിക്കുന്നത് ഈ വണ്ടി. ഞാൻ എക്സ്പ്ലോർഡ് വണ്ടി ഉള്ളപ്പോൾ മുതലുണ്ട്. തുടക്കം മുതൽ എക്സ്പ്ലോറിന്റെ പേരടിച്ച് KL 40 56 49 ഓടും മുതൽ ഉണ്ട് കമ്പനിയിലുണ്ട്. ഇവരുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പനിയിൽ വന്ന് ഇപ്പോൾ പോയ വർക്ക് ചെയ്തതും ഇവിടുന്ന് പോയ സ്റ്റാഫുകളോടും ചോദിച്ചു കഴിഞ്ഞാൽ ആരും മോശമാണോ കമ്പനി മോശമാണെന്ന് കാര്യങ്ങൾ പറയില്ല. അതുപോലെ ഫ്രണ്ട്ലി ആണ് ഇവിടെ അങ്ങനെ നിഷാദിക്ക
വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഈസി ആയിട്ട് ഏത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കാം. ഇപ്പോൾ ഒരു വഴിയിലിപ്പോൾ വിഷയങ്ങളുണ്ട്, വണ്ടി തട്ടാൻ മുട്ടാം, എന്നാലും ആരും ഡ്രൈവർമാരും എടുത്തിട്ട് ചാടി കയറുവോ അങ്ങനത്തെ ഒന്നുമില്ല. ആള് ഭയങ്കര സൗമ്യതയുള്ള ആളാണ്, വിഷയങ്ങളൊന്നും ഇല്ലാത്തവരുണ്ട്. അത് കാരണം ഇവിടെ പണിക്കാർക്കൊക്കെ നിൽക്കാനും ഇഷ്ടമാണ്. വണ്ടി പിന്നെ എപ്പോഴും അപ്ഡേറ്റ്, ആ കാലത്തിനനുസരിച്ച് എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും വണ്ടി. അപ്പം അത് കാരണം ഡ്രൈവർമാർക്കും പണിയെടുക്കുന്ന പിള്ളേർക്കാണേലും ആർക്കാണേലും ഒരു ബുദ്ധിമുട്ട് വരണില്ല. വണ്ടി പണിയിക്കാതെ കിടക്കണ വണ്ടിയോ കാര്യങ്ങളോ ഒരു കാര്യങ്ങളും നമ്മൾ പെൻഡിങ് വയ്ക്കാറില്ല. വണ്ടിയുടെ കാര്യങ്ങൾ ഇപ്പം 100 നിൽക്കും. ഇനി നമ്മുടെ ബാക്കി ആൾക്കാർ, അതായത് നമ്മുടെ അവരും കാമാൻ കൊയറ്റാണ്. നമ്മുടെ അമൽ ബ്രോ അവിടെ ഉണ്ട്, അനന്ത് ബ്രോ ഉണ്ട്, സഹൽ ബ്രോ ഉണ്ട്. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസ് കൂടി നമുക്ക് ചോദിച്ചറിയാം. ഞാനിവിടെ നായക വന്നപ്പോൾ തൊട്ട് കയറിയതാ, നായക മുതൽ. അത് കഴിഞ്ഞ് പിന്നെ നായക കൊടുത്തു കഴിഞ്ഞപ്പോൾ വീരപുത്ര പോയി കുറച്ചാള്. വീരപുത്ര പോയിട്ടില്ലേ? അത് 5-6 ട്രിപ്പ് ഗിരീഷേണ്ട പോയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഗിരീഷേട്ടനെ ഡ്രൈവർ വീരപുത്ര. അത് കഴിഞ്ഞ് പിന്നെ ഗജവീര വന്നപ്പോൾ ഗജവീരയിലേക്ക് കയറി. ഇപ്പൊ ഗജവീരയിലാണ്. പുതിയ വണ്ടി വരുമ്പോ മാറ്റം കിട്ടിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. മച്ചാൻ അനന്ത് ബ്രോ, ഞാനിവിടെ കയറിയിട്ട് കുറച്ചായുള്ളൂ. എന്നാലും എത്രയായി? ഒരു 6-7 മാസമായുള്ളൂ. അതിന് മുമ്പുള്ള ബന്ധമായിരുന്നു. മുന്നേ ബന്ധമുണ്ട്. അത് ആഷിക്കൊക്കെ ആയിട്ട് നേരത്തെ കോണ്ടാക്ട്, നേരത്തെ വേറൊരു വണ്ടിയിലായിരുന്നു. പിന്നെ ഇങ്ങോട്ട് പോകുന്നു. ഗജവീരയിലാണ് ഇപ്പൊ തൽക്കാലം ഡ്യൂട്ടിയിൽ നിൽക്കുന്നത്. പുതിയ വണ്ടി വരുമ്പോ അതിൽ കണ്ണുണ്ടാവും ചാടാൻ വേണ്ടിട്ടില്ലേ? ആയിരിക്കും. എന്നാലും ഗജവീരയോട് വേറെ അടുപ്പുണ്ട്, അറ്റാച്ച്മെന്റ് ഉണ്ട്. ആദ്യമായിട്ട് ഡ്യൂട്ടി എടുത്ത വണ്ടിയും കൂടുതൽ ഓടിച്ച വണ്ടിയാവും തന്നെയാണ്. വേറെ അടുപ്പുണ്ട്. അതെ, ഞാൻ ആഷിക്കൊക്കെ ആയിട്ടുള്ള കോണ്ടാക്റ്റും ബന്ധവും വെച്ച് മുന്നേ അറിയാം. നമ്മുടെ സ്വന്തം സഹോദരനല്ലേ. അല്ല ഇക്കയുടെ മൈൻഡും ഒക്കെ ഒരു ഇതാ. കാരണം ഒരു പുതിയൊരാള് കയറി വരുമ്പോ ഉള്ള ഒരു സ്വീകരണമല്ലായിരുന്നു കിട്ടിയത്. പുള്ളി നമ്മുടെ കുടുംബത്തില് കമ്പനി പക്കമാൻ, നമ്മുടെ കൂട്ടത്തിലൊരു പയ്യനായിട്ട് തന്നെ കണ്ട്. പിന്നെ എൻ്റെ ഗുരു ആശാൻ എന്നൊക്കെ പറയാവുന്ന ഒരാളോടെ ഉണ്ട്, ബില്ലാല്. പുള്ളി ഡ്രൈവറാണ്. അല്ല, പുള്ളി നമ്മുടെ പുതിയ വണ്ടി 2 ലോഞ്ച് ചെയ്യാൻ, അതില് ഒരാളുടെ സാരഥിയാണ് ആള്. പുള്ളി ഇന്ന് എത്തിയില്ല, നമ്മളെ പുള്ളിനെ കൂടി മിസ് ചെയ്തു. ഇതാ ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ സനൽ ബ്രോ. സാഹിൽ ബ്രോ, സോറി. ഞാൻ ഈ വണ്ടിയുടെ ഇലക്ട്രിക് വർക്കൊക്കെ ആയിട്ട് ചെറിയ ചെയ്യുന്നതാണ്, ലൈറ്റ് അങ്ങനത്തെ വർക്ക്. പിന്നെ ചെറിയ പാക്കേജും ചെയ്യണ്ട്. ഗജവീരയുടെ സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളാണ്, അതൊക്കെ ചെയ്ത ഞങ്ങളാണ്. എന്റെ സുഹൃത്തും കൂടി ഉണ്ട്, അവനാണ് മെയിൻ. സ്ഥാപനത്തിന്റെ പേരെന്താ പറയുക? ഈച്ചൽ ലൈറ്റ്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഗജവീര ആദ്യം ഇറങ്ങിയത് 2019 ഇവിടെ ഇല്ലാണ്. നമ്മള് ലൈറ്റ് വർക്കൊക്കെ അത്യാവശ്യം ചെയ്യണം. ആദ്യത്തെ എഡിഷൻ മുതൽ ഗജവീരയുടെ ആദ്യത്തെ എഡിഷൻ മുതൽ നമ്മളിവിടെ ഇല്ലാണ്. ഫുൾ സപ്പോർട്ടാണ്. ഇക്കായാനെ ആശുൽക്കായാണെങ്കിലും എല്ലാവരും ഒരു ഫാമിലിയാണ്. എപ്പോഴും വിളിക്കും. നമ്മളിപ്പോ അവിടെ എത്തിയില്ലെങ്കിൽ ഇവരെല്ലാവരും വരുമ്പോ വിളിക്കും. അങ്ങനെ എല്ലാ സപ്പോർട്ടും ഇല്ല. ഇതിലിപ്പോ ആരാണ് ഡ്യൂട്ടി വെക്കുന്നത്? ഇതിന്റെ അകത്ത് ഗിരീഷ് പിന്നെ വിമല്, രണ്ടുപേരും ഇവിടെ ഇല്ല. ഗിരീഷ് ചേട്ടൻ, പൂമ്പാറ്റ ഗിരീഷ് എന്ന് പറഞ്ഞാൽ അറിയാം. അപ്പോൾ ഞാൻ നിങ്ങളെ പേഴ്സണലായിട്ട് കുറച്ച് കാര്യം ചോദിക്കട്ടെ. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഫീൽഡിൽ? ഞാൻ ഇപ്പോൾ എക്സ്പ്ലോർഡ് 17 മുതലുണ്ട്. അതിന് മുമ്പ് ഞാൻ 2-3 സ്വന്തമായി ട്രാവൽസ് ഉണ്ടായിരുന്നു. ഒരു 8 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്. പാക്കേജ് കാര്യങ്ങളും ഒരിക്കലും മറക്കാനാവാത്ത വല്ല അനുഭവങ്ങളുണ്ട് ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട്? ഈ ഫീൽഡായിട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവം എക്സ്പ്ലോർഡ് വന്നിട്ടാണ് ഉള്ളത്. നമ്മുടെ വീരപുത്ര ഒരെണ്ണം ഇവിടെ കോട്ടപ്പടി 8 വണ്ടി കിടന്നപ്പോഴത്തേക്കും കയറി ചെന്നൊരു അത്യാവശ്യം റീച്ച് പോയൊരു എൻട്രി ആയിരുന്നത്. പിന്നെ 8 വണ്ടിയുടെ ഉണ്ട്. പിന്നെ കൊമ്പനുമായിട്ട് മാക്ഫാസ്റ്റിൽ നിന്ന് പോയൊരു ട്രിപ്പ് ഉണ്ട് 2018. പിന്നെ കൊമ്പന് നമ്മളുമായിട്ട് ഈ രാജവംശയിൽ എംബിറ്റ്സ്, പിന്നെ പാലക്കാട് നിന്ന് ഓടിയത്, മലപ്പുറം സഫാ കോളേജ്. ട്രിപ്പ് എക്സ്പീരിയൻസ് ഇഷ്ടം പോലെയാണ്. ഏതാ പറയേണ്ടത് അറിയില്ല. അപ്പം മച്ചന്മാരെ, ഇത്രയാണ് നമ്മുടെ രാജവംശയുടെ വിശേഷങ്ങൾ. ഗജവീരയുടെ വിശേഷങ്ങൾ നിങ്ങൾ ആൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും. അപ്പോൾ അൻഷിക, താങ്ക് യു മച്ചന്മാരെ, ഉഷാറാക്കി തന്നതിന് താങ്ക് യു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അല്ലെ മിസ്റ്റർ? മാത്രമല്ല നമ്മളെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൽ കയറി വെക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫോളോ ചെയ്യാം. യെസ്. സോ ദിസ് ഈസ് ടൈഗോൺസ് സൈനിങ് ഓഫ്. അപ്പോൾ അച്ഛന്മാരെ, നമ്മുടെ രാജവംശയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ കണ്ട് കാണും. ഇപ്പോൾ നമ്മൾ രാജവംശയിൽ നമ്മുടെ ഗിരീഷ് ചേട്ടൻ നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അങ്കമാലിക്ക് അല്ലടാ കിട്ടാ. അതെ, നമുക്ക് വേണ്ടി ഗിരീഷ് ചേട്ടൻ. ഇനി ഗിരീഷ് ചേട്ടനെ കിട്ടാത്തതുകൊണ്ട് നമുക്കൊരു ഡ്രൈവ് ആയി. രാജവംശയിലെ ഒരു അടിപൊളി ഡ്രൈവ് അല്ലേ ഗിരീഷ് ചേട്ടാ? നമുക്ക് വേണ്ടി 10-30 കിലോമീറ്റർ അപ്പുറം നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് പോരുകയാണ്. അപ്പോൾ എക്സ്പ്ലോർ ഹോളിഡേയ്സിനും നമ്മുടെ ഗിരീഷ് ചേട്ടനും ഒരു ബിഗ് താങ്ക്സ് അല്ലേ? താങ്ക് യു.